കേരളത്തിനും തമിഴ്നാടിനും അതിർത്തിയായി വരുന്ന ഒരു ഗ്രാമമാണിത്. ഈ ഗ്രാമീണരുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഈ കഥയ്ക്ക് ആധാരം. അതായത് തണ്ണിത്തോട് എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. ഈ ഗ്രാമത്തിന് അടുത്തു തന്നെയായി ഒരു കുന്നിൻ പ്രദേശമുണ്ട്. ആ കുന്നിന് മുകളിലെ റബ്ബർ എസ്റ്റേറ്റിനും കാടിനും നടുവിലായി ഒരു പഴയ തകർന്ന ബംഗ്ലാവുമുണ്ട്. ഇതാണ് തണ്ണിത്തോട് ഗ്രാമീണർ ഭയക്കുന്ന, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്ന ബംഗ്ലാവും എസ്റ്റേറ്റും. നിരവധി ദുരൂഹ മരണങ്ങളാണ് അവിടെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ളത്. ഗ്രാമവാസികളിൽ പലരും അസമയങ്ങളിൽ ബംഗ്ലാവിനുള്ളിലും പരിസരത്തും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രേതങ്ങളെ കണ്ടിട്ടുള്ളതായി പറയപ്പെടുന്നു. അതിനാൽ തന്നെ പട്ടാപ്പകൽ പോലും അവിടെ തണ്ണിത്തോട് ഗ്രാമത്തിലെ ആളുകൾക്ക് പോകാൻ ഭയമാണ്. എന്നാൽ ഈ പറഞ്ഞതൊക്കെ മുൻകാലങ്ങളിൽ നടന്നിരുന്ന, അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കഥകൾ മാത്രം. പക്ഷേ ഈ കഥകളുടെ പിൻബലത്തിൽ ഇപ്പോഴും മലമുകളിലെ എസ്റ്റേറ്റും ബംഗ്ലാവും ഭയാനകതയിൽ കുളിച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യം മുതലാക്കി ഒരുപാട് സാമൂഹ്യ വിരുദ്ധർ അവിടെ താവളമാക്കിയിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായി 2 ചെറുപ്പക്കാർ മാത്രമാണ് അവിടം താവളമാക്കി രഹസ്യമായി വാറ്റുചാരായം ഉണ്ടാക്കുന്നത്. ഒരു 25ഉം 27ഉം വയസ്സുള്ള അനന്തുവും സുബിനും. അവരിതു മാത്രമല്ല ആ എസ്റ്റേറ്റിൽ കാട്ടിക്കൂട്ടുന്നത്. നിഗൂഢത പേറി ആളൊഴിഞ്ഞ ബംഗ്ലാവിന് പരിസരം ലക്ഷ്യമാക്കി ആസ്വദിക്കാനെത്തുന്നവരിൽ കൂടുതലും കമിതാക്കളാണ്. അവർ ശരിക്കും സുബിനും അനന്തുവിനും ഇരകളാണ്. ഒറ്റപ്പെട്ടു നിൽക്കുന്ന കമിതാക്കളെ മറഞ്ഞിരുന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുക, കൊള്ളയടിക്കുക, കൊലപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യുന്നത് സുബിന്റെയും അനന്തുവിന്റെയും ക്രൂരമായ വിനോദങ്ങളാണ്. എന്നാൽ ഇതിൽ അത്ഭുതമൊന്നുമില്ല. ഇത്തരം സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധർ കൈയടക്കുന്നത് സ്വാഭാവികം മാത്രം. എന്നാൽ ഗ്രാമവാസികളുടെ വിശ്വാസമാകട്ടെ ഇതൊക്കെ ബംഗ്ലാവിലെ പ്രേതങ്ങളുടെ പണിയാണെന്നുള്ളതാണ്. അവർ ശരിക്കും അങ്ങനെയുള്ള കഥകൾ പറഞ്ഞും കേട്ടും ദിവസങ്ങൾ തള്ളിക്കളയുവാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. പല മാൻ മിസ്സിംഗ് കേസുകളും പോലീസിന് മുൻപിൽ ഉണ്ടെങ്കിലും കൃത്യമായ ഉത്തരം അവർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ പോലീസുകാരിൽ ഗ്രാമീണരെ പോലെ ഇതൊക്കെ ബംഗ്ലാവിലെ പ്രേതങ്ങളുടെ പണിയാണെന്ന് കരുതുന്നവരും ഉണ്ട്. ഇക്കാര്യത്തിൽ ഏതായാലും ഗ്രാമവാസികളുടെയും പോലീസുകാരിൽ ചിലരുടെയും വിശ്വാസത്തിന്റെ പിൻബലത്തിൽ ഞാൻ സൂചിപ്പിച്ച ഈ 2 യുവാക്കളും ജീവിതം അവരുടെ കാഴ്ചപ്പാടിൽ ആസ്വദിച്ചു കഴിഞ്ഞു പോരുകയായിരുന്നു. എന്നാൽ ഇരുവരും പ്രതീക്ഷിക്കാതെ അവരുടെ ചെയ്തികൾക്ക് അവസാനമിടാൻ ഒരു നിലാവുള്ള രാത്രി ഒരുങ്ങിയത് അവർ ഇരുവരും അറിഞ്ഞിരുന്നില്ല. ആ രാവിൽ പതിവ് പോലെ തണ്ണിത്തോട് റബ്ബർ എസ്റ്റേറ്റിനുള്ളിൽ രഹസ്യമായി ഒരു കുപ്പി വാറ്റിയെടുത്ത നാടൻ ചാരായവും അകത്താക്കിയിട്ട് എസ്റ്റേറ്റിന് മുകളിലുള്ള പാറക്കെട്ട് ലക്ഷ്യമാക്കി യുവാക്കളായ അനന്തുവും സുബിനും പുൽമേടുകൾക്കിടയിൽ നടക്കുകയായിരുന്നു. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഭൂമിയിലെ ഭയാനകതയിൽ മുങ്ങിയ മനോഹരമായ നിമിഷങ്ങൾ ശരിക്കും ആസ്വദിക്കുന്നവർ ഇത്തരക്കാരാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ ഇരുവരും കുന്നിന് മുകളിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു ഓമ്നി വാൻ കിടക്കുന്നത് കാണാനിടയായി. ആളൊഴിഞ്ഞ ഒറ്റപ്പെട്ട ഈ പ്രദേശത്ത് വാനിൽ എത്തുന്നവർ ആരായാലും അവർക്ക് ചില നിഗൂഢ ലക്ഷ്യങ്ങൾ കാണുമെന്നുള്ളത് ഉറപ്പാണ്. അത് ചിലപ്പോൾ സുബിനും അനന്തുവിനും അവസരമായേക്കാം. ആ ചിന്തകളോടെ ഇരുവരും വാനിനടുത്തേക്ക് നീങ്ങവേ പൂർണ്ണ നിലാവിന്റെ വെളിച്ചത്തിൽ ഇരുവരും ഒരു കാഴ്ച കണ്ടു. വാനിനുള്ളിൽ 2 പേർ ചേർന്ന് കെട്ടിപ്പുണരുന്നു. ഒറ്റപ്പെട്ട ഈ പ്രദേശത്ത് പൂർണ്ണ നിലാവിൽ ആരാരും ശല്യപ്പെടുത്താതെ ഇഷ്ടാനുസരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ഒരു അഭിഹിത ബന്ധത്തിന്റെ കഥ പറയാനുണ്ടെങ്കിൽ അതൊരു വില്ലപേശലിനുള്ള അവസരമാണ്. ഇത്തരം അവസരങ്ങളെ ഒട്ടും പാഴാക്കാത്തവരായിരുന്നു അനന്തുവും സുഹൃത്തു സുബിനും. കാറിനുള്ളിലെ കെട്ടിമറിച്ചിലുകൾക്ക് ശേഷം ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി.
നിലാവിൻ്റെയും നിശബ്ദതയുടെയും ഇടയിൽ ഒരു സിഗരറ്റ് കത്തിച്ച് ആസ്വദിച്ചുകൊണ്ട് വാനിനു മുന്നിൽ ഒരു വിജയി പോലെ നിൽക്കുന്നത് കണ്ട അയാളോട് സുബിനും അനന്തുവിനും അസൂയ തോന്നിപ്പോയി. കാമകേളികൾക്കൊടുവിൽ ക്ഷീണിതയായി പാതി മയക്കത്തിൽ പിൻസീറ്റിൽ കിടക്കുന്നവളുടെ സൗന്ദര്യം നിലാവിനേക്കാൾ സുന്ദരമാണെങ്കിൽ വിലപേശലിനൊടുവിൽ അവളെയും പ്രാപിക്കണം എന്ന വേട്ടക്കാരുടെ മനസ്സോടെ ഇരുവരും പുൽമേടുകൾക്കിടയിൽ നിന്നും വാനിന്റെ പിന്നിലേക്ക് മൃഗങ്ങളെപ്പോലെ ചാടി വീണു. ആദ്യമയക്കത്തിന്റെ ആലസ്യത്തിൽ കിടക്കുന്ന സുന്ദരിയെ ഞെട്ടിപ്പിക്കാൻ വാനിന്റെ ഉള്ളിലേക്ക് നോക്കിയ അനന്തു ഞെട്ടിപ്പോയി. മുൻസീറ്റിൽ കഴുത്തു മുറുകി മരിച്ച നിലയിലൊരു 50കാരന്റെ ശവശരീരം. അപ്പോഴാണ് കാറിനുള്ളിൽ നടന്നത് കാമക്കേളിയല്ല, ക്രൂരമായൊരു കൊലപാതകമായിരുന്നു എന്ന് ഇരുവരും തിരിച്ചറിയുന്നത്. കൊലപാതകയാകട്ടെ സുബിന്റെ കുറച്ചു മുന്നിലായി സിഗരറ്റിലെ പുകച്ചുരുൾ ഊതിവിട്ട് ഒരു സൈക്കോ കില്ലറെ പോലെ പുഞ്ചിരിയോടെ നിൽക്കുന്നതിൽ അനന്തുവിന് അപകടം മണത്തു. സാധാരണ ഒരാളെ രഹസ്യമായി ബോധപൂർവമോ അല്ലാതെയോ കൊലപ്പെടുത്തിയാൽ അത് മറ്റൊരാൾ കാണുന്ന പക്ഷം ഏതൊരു കൊലപാതകയും ഒന്ന് വെപ്രാളത്തോടെ ഭയപ്പെടും. ചിലപ്പോൾ ആ സ്ഥലത്തു നിന്നും വീണ്ടും വിചാരമില്ലാതെ ഓടിപ്പോകുവാനും ശ്രമിക്കും. ആ ഒരു നിമിഷത്തിൽ അയാളെ കീഴ്പ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്. ആ സമയം അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാനോ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുവാനോ വളരെ എളുപ്പം കഴിയും. പക്ഷേ സുബിൻ്റെയും അനന്തുവിൻ്റെയും ഈ നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒരാളെ കൊലപ്പെടുത്തുകയും അതിനുശേഷം ആ നിമിഷങ്ങൾ വളരെ ശാന്തതയോടെ ആസ്വദിച്ചു നിൽക്കുകയും തങ്ങളെ കണ്ട മാത്രയിൽ അയാളുടെ മുഖത്ത് വലിയ ഭാവമാറ്റങ്ങൾ ഉണ്ടാകാതെ ചെറിയൊരു പുഞ്ചിരി വിടരുകയും ചെയ്തതിൽ അനന്തുവിന് അപകടം മണത്തു. അതിനാലാണ് അയാൾ സ്വന്തം ജീവൻ രക്ഷയ്ക്കായി സുബിനെ മറന്നു ഭ്രാന്തമായി വേഗത്തിൽ ഓടിത്തുടങ്ങിയത്. അനന്തുവിൻ്റെ പിന്മാറ്റത്തിന് എന്തോ കാര്യമായ കാരണമുണ്ടെന്ന് തോന്നിയതിനാകാം സുബിനും അനന്തുവിനും പിന്നാലെ ഓടിയത്. അനന്തുവിൻ്റെയും സുബിൻ്റെയും കണക്കുകൂട്ടലുകൾ ശരിയായിരുന്നു. കാരണം അവർ ഇരുവർക്കും പിന്നാലെ അയാളും ഓടിത്തുടങ്ങി. ആ സംഭവത്തിന് ശേഷം പിന്നീട് തണ്ണിത്തോട് ഗ്രാമവാസികളെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവങ്ങളും എസ്റ്റേറ്റിലോ ബംഗ്ലാവിലോ കാടിനുള്ളിലോ ഉണ്ടായിട്ടില്ല. അതോടെ അവരെ ഭയപ്പെടുത്തിയിരുന്ന കഥകൾക്കും ഭയപ്പെടുത്തിയവർക്കും അവസാനമായി. ഇനി അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആരായിരുന്നു സുബിൻ്റെയും അനന്തുവിൻ്റെയും പിന്നാലെ ഓടിയ ആ മനുഷ്യൻ? എന്തിനായിരിക്കാം അയാൾ ആ കൊലപാതകം ചെയ്തത്? അനന്തുവിനും സുബിനും എന്തായിരിക്കാം പിന്നീട് സംഭവിച്ചത്? ഏതായാലും ആ രാത്രി ആ പ്രദേശം ലക്ഷ്യമാക്കി അവിടെ തൻ്റെ ഇരയെ എത്തിച്ചു കൃത്യമായ ധാരണയോടെ കൊല നടത്തിയവൻ ഏതായാലും ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാകണം. അതിനാൽ തന്നെ അയാളുടെ ചെയ്തികൾക്ക് മറ്റൊരു ദൃക്സാക്ഷി ഉണ്ടാകുവാനോ തെളിവുകൾ ശേഷിപ്പിക്കുവാനോ അയാൾ ശ്രമിക്കില്ല എന്നത് ഉറപ്പാണ്. അതിനാൽ തന്നെ അയാൾ ഇരുവരെയും ഇല്ലാതാക്കിയെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു ചോദ്യം ബാക്കി. അയാൾക്ക് പിന്നീട് എന്തു പറ്റി? അതിനും ഒരു ഉത്തരമുണ്ട്. ഏതൊരു കുറ്റകൃത്യത്തിനും ഒരു പരിധിയുണ്ട്, ഒരു അവസാനവുമുണ്ട്. അങ്ങനെ അവസാനമുണ്ടാക്കാനായി ഭയാനകതയിൽ മുങ്ങിയ ഒരു നിലാവുള്ള രാത്രി ഒരുങ്ങുക തന്നെ ചെയ്യും, അതുറപ്പ്.